യഥാ കർമ്മം തഥാ അനുഭവം. എങ്ങനെ പ്രവർത്തിക്കുമോ അങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതൊരു ദാർശനിക വാക്കല്ല, ഇത് സർവസാധാരണ നിയമമാണ്. പുരാതന ഉപനിഷത്തുകൾ നമ്മളോട് പറയുന്നു, മനുഷ്യൻ ചെയ്യുന്ന കർമ്മം അവനെ തന്നെ രൂപപ്പെടുത്തുന്നു. ഓരോ ചിന്തയും, ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും സൃഷ്ടിയിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു. പവിത്രമായ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അരുളി ചെയ്യുന്നു, കർമ്മണ്യേവാധികാരസ്തേ, നിനക്കവകാശം കർമ്മത്തിൽ മാത്രം, ഫലത്തിലല്ല. നിന്റെ പ്രവൃത്തി നിന്റെ കയ്യിൽ, ഫലം സർവനിയമത്തിന്റെ നിയന്ത്രണത്തിൽ. കർമ്മം 3 തലങ്ങളിൽ പ്രവർത്തിക്കുന്നു. മനസ്സിൽ ചെയ്യുന്ന കർമ്മം, വാക്കാൽ ചെയ്യുന്ന കർമ്മം. ഒരു കഠിനവാക്ക് ഒരു ഹൃദയം തകർക്കും, ഒരു സ്നേഹവാക്ക് ആത്മാവിനെ ഉയർത്തും. കർമ്മത്തിൽ ചെയ്യുന്നത് പ്രവൃത്തിയിൽ കരുണ, കൃതജ്ഞത സൃഷ്ടിക്കും. ഹിംസ പ്രതിക്രിയയെ ജനിപ്പിക്കും. കർമ്മത്തിന് 3 പ്രവാഹങ്ങളുണ്ട്. സഞ്ചിത കർമ്മം, ജന്മങ്ങളായി ശേഖരിച്ച കർമ്മഫലം. പ്രാരബ്ധ കർമ്മം, ഇപ്പോൾ അനുഭവിക്കേണ്ട വിധി. ആഗാമി കർമ്മം, വരാൻ പോകുന്ന കർമ്മഫലം. ഇന്ന് നീ സൃഷ്ടിക്കുന്നത് നാളെ നീ അനുഭവിക്കുക. ഇത് ശിക്ഷയല്ല, ഇത് കാരണം, ഫലം. വിത്ത് വൃക്ഷമാകും, ക്രിയ പ്രതിക്രിയയാകും, കർമ്മം അനുഭവമാകും. ദൈവം ശിക്ഷിക്കുന്നവനല്ല, ദൈവം സാക്ഷി. സൂര്യൻ പ്രകാശിക്കുന്നതുപോലെ കർമ്മം ഫലം നൽകും. ഓർമ്മിക്കൂ, നീ ഇന്ന് ചിന്തിക്കുന്നത്, നീ ഇന്ന് സംസാരിക്കുന്നത്, നീ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി, ഇവയൊക്കെ നിന്റെ നാളെയെ നിർമ്മിക്കും. അവസാന സത്യം, നീ ഇരയല്ല, നീയാണ് നിന്റെ ഭാവി സൃഷ്ടിക്കുന്നത്. കർമ്മം ഒഴിവാക്കാനാവില്ല, പക്ഷേ കർമ്മത്തിന്റെ സ്വഭാവം തിരഞ്ഞെടുക്കാൻ നിനക്ക് കഴിയും. യഥാ കർമ്മം തഥാ അനുഭവം.